നമസ്കാരം. ലോകത്ത് ശാസ്ത്രം എത്രയൊക്കെ വളർന്നു, നമ്മൾ ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ തൊട്ട് എന്ന് അഹങ്കരിക്കുമെങ്കിലും ഇന്ന് മനുഷ്യന് പൂർണ്ണമായും പിടികൊടുക്കാത്ത ഒരു നിഗൂഢ ലോകം നമ്മുടെ ഭൂമിയിലുണ്ട്. മറ്റെവിടെയുമല്ല, നമ്മുടെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ. ഭൂമിയുടെ 70% വെള്ളമാണെങ്കിലും അതിൻ്റെ 5% പോലും കൃത്യമായി കാണാൻ നമുക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനും കഴിയില്ല. അത്തരത്തിൽ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച, കേൾക്കുന്നവരെല്ലാം ഭയപ്പെടുത്തിയ ഒരു ഒന്നൊന്നര മിസ്റ്ററിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1997 പസഫിക് സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ശബ്ദം ലോകം കേട്ടു. ശാസ്ത്രജ്ഞന്മാർ ഇതിന് പേരിട്ടത് ദി ബ്ലൂപ്പ് എന്നാണ്. സംഭവം നടക്കുന്നത് 1997 അമേരിക്കൻ നാവികസേനയുടെ അതീവ രഹസ്യമായ അണ്ടർ വാട്ടർ ലിസണിംഗ് സെന്ററുകളിലാണ് ഈ ശബ്ദം ആദ്യം പതിയുന്നത്. ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികളെ നിരീക്ഷിക്കാൻ വേണ്ടി കടലിലെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്ന ഹൈഡ്രോഫോണുകൾ ഒരു പ്രത്യേകതരം ശബ്ദം ഒപ്പിയെടുത്തു. വെറുമൊരു സാധാരണ ശബ്ദമായിരുന്നില്ല അത്. വളരെ ദൂരേക്ക് സഞ്ചരിക്കുന്ന ഭീകരമായ ആവൃത്തിയിലുള്ള ഒരു ശബ്ദം. എത്രത്തോളം ഭീകരമെന്നോ, ഏകദേശം 5000 കിലോമീറ്റർ അകലെയുള്ള ഒന്നിലധികം സെൻസറുകളിൽ ഒരേ സമയം ഈ ഒരൊറ്റ ശബ്ദം കൃത്യമായി രേഖപ്പെടുത്തി. അതായത് അത്രയും ഉഗ്രമായ, അതിശക്തമായ ഒന്നിൽ നിന്ന് മാത്രമേ ഇത്രയും വലിയൊരു ശബ്ദം പുറപ്പെടാൻ സാധിക്കൂ. ശബ്ദം കേട്ടതോടെ ഗവേഷകർ തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഈ ശബ്ദത്തിന് പിന്നിൽ? ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് കടലിൻ്റെ അടിത്തട്ടിൽ കഴിയുന്ന ഏതെങ്കിലും ഭീമാകാരനായ തിമിംഗലത്തിൻ്റെയോ മറ്റോ ശബ്ദമായിരിക്കും ഇതെന്നാണ്. എന്നാൽ ഈ ശബ്ദത്തിൻ്റെ ഗ്രാഫും വേഗതയും ആവൃത്തിയും ഒക്കെ ശാസ്ത്രം വീണ്ടും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന് പോലും ഇത്രയും വലിയ ഉഗ്രമായ ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. ഒരു നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദത്തെക്കാൾ എത്രയോ ഇരട്ടി ശബ്ദമായിരുന്നു ഈ ബ്ലൂപ്പ് ശബ്ദം. അങ്ങനെയെങ്കിൽ കടലിൻ്റെ ആഴത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലുപ്പമുള്ള ഏതെങ്കിലും ഭീകരജീവി ജീവിക്കുന്നുണ്ടോ? പലരുടെയും ചിന്ത ആ വഴിക്കായി. ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ക്രാക്കൻ പോലുള്ള രാക്ഷസ ജീവികൾ സമുദ്രാന്തർഭാഗത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് പലരും വിശ്വസിക്കാൻ തുടങ്ങി. ശാസ്ത്രലോകം പോലും ഈ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ മറുപടിയില്ലാതെ കുറേ കാലം ഉത്തരം മുട്ടി നിന്നു എന്നതാണ് സത്യം. വർഷങ്ങൾക്ക് ശേഷം ഇതിനൊരു ശാസ്ത്രീയ വിശദീകരണമായി ചില ഗവേഷകർ രംഗത്തെത്തി. അന്റാർട്ടിക്കയിലെ കൂറ്റൻ മഞ്ഞുമലകൾ പൊട്ടിപ്പിളർന്ന് കടലിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ ബ്ലൂപ്പ് ശബ്ദമായി അതിന് സാമ്യമുണ്ടെന്നും അവർ പറഞ്ഞു. മഞ്ഞു പാളികൾ തകരുന്നതാണ് ഇതിന് കാരണമെന്ന് ഔദ്യോഗികമായി പിന്നീട് വിശദീകരിക്കപ്പെട്ടു. പക്ഷേ ഇന്നും ഈ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്. കേവലം മഞ്ഞുപാളികൾ പൊട്ടുന്ന ശബ്ദം മാത്രമായിരുന്നു അത്? 5000 കിലോമീറ്റർ അകലേക്ക് ഒരു സമയം ഒരേ ആവൃത്തിയിൽ കേൾക്കാൻ മാത്രം ശേഷിയുള്ള ഒരു പ്രതിഭാസം വെറും ഒരു മഞ്ഞുരുകൾ ആണെന്ന് വിശ്വസിക്കാൻ പലർക്കും ഇപ്പോഴും മടിയാണ്. ശാസ്ത്രം ഒരു ഔദ്യോഗിക മറുപടി നൽകി ഫയൽ ക്ലോസ് ചെയ്തെങ്കിലും ഇന്ന് ലോകമെമ്പാടുമുള്ള മിസ്റ്ററി പ്രേമികളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി ഈ ബ്ലൂപ്പ് അവശേഷിക്കുന്നു. കടലിൻ്റെ ആഴങ്ങളിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് പലർക്കും ഇഷ്ടം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കടലിനടിയിൽ നമ്മൾ കാണാത്ത അത്ഭുത ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കമൻറ്റിൽ രേഖപ്പെടുത്തൂ. വെബ് ഡെസ്ക് തത്തുമൈ TV.